നമസ്കാരം, ഞാൻ SP. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കായൽ ചെമ്മീന് വേണ്ടിയിട്ട് ഒരു യാത്രയാണ് നടത്തുന്നത്. ഇത് ആനാപ്പുഴ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അടുത്തുള്ളൊരു സ്ഥലമാണ്. ആനാപ്പുഴ പാലത്തിൻ്റെ അടിയിൽ അവിടെ കുറച്ച് കടകളുണ്ട്. ഈ കടകളിൽ നിങ്ങൾക്ക് കാലത്ത് തന്നെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കായൽ മത്സ്യം കിട്ടും. മിക്ക മത്സ്യങ്ങൾക്കും കരിമീൻ, ചെമ്മീൻ ഇതുപോലെ മത്സ്യങ്ങൾക്ക് ജീവനുണ്ടാവും. അത്രയും ഫ്രഷ് ആയിട്ടാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് കരിമീൻ, പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട്. എനിക്ക് അതിൻ്റെ അധികം പേരുകളൊന്നും അറിയില്ല, കണമ്പ്, പക്ഷെ എല്ലാം ഫ്രഷാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരുകൾ അറിയുന്ന ആൾക്കാർ വേണമെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ചെമ്മീനാണ് വേണ്ടത്. നമുക്ക് 1 കിലോ ചെമ്മീൻ ഞാൻ അവനോട് പറഞ്ഞു. ജീവനുള്ള മിക്ക ചെമ്മീനും അതിൽ ജീവനുണ്ട്. ഇത് വീട്ടിൽ ഞാൻ കൊണ്ടുവന്നതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടെടുപ്പോൾ കണ്ടില്ലേ, മിക്ക ചെമ്മീനും എണീറ്റ് തുടങ്ങിയത്. നമ്മളിപ്പോൾ 1 കിലോ ചെമ്മീൻ എടുത്ത് നന്നാക്കി ഉപ്പിട്ട് ഉരച്ച് കഴുകിയിരിക്കുകയാണ്. ഇത് ചെറിയ ചെമ്മീനായതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തു ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിക്കാം. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് വെളിച്ചെണ്ണയിലെടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കുഞ്ഞിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ വെളുത്തുള്ളി 8 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതായി അരിഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ ചേർക്കേണ്ടതാണ് ബാക്കിയുള്ള സാധനങ്ങൾ. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് നീളത്തിൽ ചേർക്കുക. പിന്നെ 2 വലിയ സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്കിനി. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്കായിട്ട് 2 ടൊമാറ്റോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ നമുക്ക് ഇത് ഇളക്കാം. നമുക്ക് ആവശ്യമായ മുളക് പൊടി 1.5 ടീസ്പൂണാണ്. അതിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി. അപ്പം മൊത്തം 1.5 ടീസ്പൂൺ. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മസാല ലൂസാക്കി എടുക്കാം.
ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുക. ഇനിയാണ് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർക്കേണ്ടത്. എല്ലാ ചെമ്മീനും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് മിനിമം ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ലോ ഫയറിൽ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. പക്ഷെ ഇന്ന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ജാനി, ഇത് എൻ്റെ മോളാണ് ജാനി. അതെ, ഹായ് എന്ന് പറയൂ ജാനി, ഹായ് എന്ന് പറയൂ. ഹായ്. ഇവളുടെ വാശി കാരണം ഫുൾ ടൈം എനിക്ക് കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം എൻ്റെ വൈഫാണ് കുക്കിംഗ് നിയന്ത്രിച്ചത്. ഒരു മീന. എല്ലാവർക്കും നമസ്കാരം. നന്നായിട്ട് ചെമ്മീൻ. ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, നീ കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് ചെമ്മീൻ? ടേസ്റ്റി ആയിട്ടുണ്ട്.